ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു വലിയൊരു അപകടമൊക്കെ വന്നിട്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഫുഡ് അലർജി വന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. ഏത് ഫുഡാണെന്ന് അറിഞ്ഞിട്ടുണ്ടോ? മൾട്ടിപ്പിൾ ഫുഡ് അലർജിയാണ് പറഞ്ഞത്. അതുകൊണ്ട് സ്ഥിരം അങ്ങനെ ഒരു ഫുഡ് എന്നുള്ള ഇതൊന്നുമില്ല. ഏത് ഫുഡിൽ നിന്നാണ് കിട്ടാമെന്നുള്ളൊരവസ്ഥയിലാണ് വന്നത്. ഇനി അവസാനം വെള്ളവും അലർജി ആവുമോ എന്തോ. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടു കാണും എൻ്റെ മുഖമൊക്കെ ഒരു വല്ലാത്തൊരു സ്ഥിതിയിലെത്തിയത്. കാര്യം അത് ഇനി ഫുഡ് അലർജി ആണോ, ഞാൻ അതിന് മുന്നേ എനിക്കൊരു പല്ലുവേദന എടുത്തിട്ട് കഴിച്ച ഗുളികയുടെ അലർജി ആണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അതിന് ഫുഡ് അലർജിയുടെ കാര്യമൊക്കെ ഇനി നോക്കിയാലേ അറിയാം. അലർജി ടെസ്റ്റ് ചെയ്യണം. അപ്പം അതിനിപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഇരിക്കുന്നു. ഇപ്പോൾ ഒന്ന് എല്ലാം ഭേദമായി വന്നു. മുഖത്തെ നീരും കയ്യിലെ നീരും കഴുത്തിലെ നീരും ഒക്കെ ഒന്ന് മാറി. അപ്പോൾ എല്ലാം ഒന്ന് ശരിയായി വന്നുകൊണ്ടിരിക്കണം. പിന്നെ ആ ഒരു ഇഞ്ചക്ഷനൊക്കെ കുറച്ച് ഡോസ് കൂടിയ ഇഞ്ചക്ഷനൊക്കെയാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പം ഒരു തിങ്കളാഴ്ച വൈകിട്ടാണ് സംഭവിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് നമ്മളെല്ലാം കടയിൽ പോകാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് ഞാൻ വണ്ടി എടുത്തിട്ട് സാധനങ്ങളെല്ലാം കയറ്റാൻ വേണ്ടി ഇരുന്ന സമയത്ത് ദേഹത്ത് പെട്ടെന്ന് ഈ സഡൻലി എല്ലാം പടപടാന്ന് ദേഹത്ത് മൊത്തം തടിപ്പും തലയൊക്കെ ചൂട് കയറി വല്ലാത്തൊരവസ്ഥയായിരുന്നു വന്നത്. ആദ്യമായിട്ടാണ് ഇത്ര പെട്ടെന്ന്. ഇത്രയും നാൾ വന്നതിൽ ഒരു 4-5 തവണ എന്തോ വന്നിട്ടുണ്ട് ഫുഡ് അലർജി, ഒരു 5-6 വർഷം കൊണ്ട്. അപ്പം വന്നതിൽ ഇപ്പം വന്നതാണ് ഏറ്റവും അല്പം കടുത്തു പോയത്. പേടിച്ചെന്ന് മാത്രമല്ല, എനിക്ക് ശ്വാസം മുട്ടലും അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി. കൊണ്ടുപോയ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ 108 കയറ്റി. അവർ പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ എത്രയും വേഗം കൊണ്ടുപോകാൻ പറഞ്ഞ് അങ്ങനെയൊക്കെ അവിടെ കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേ ചെറുതായിട്ടൊന്നും എല്ലാം ഓക്കെ ആയി. ഇപ്പം എല്ലാം ഒന്ന് ശരിയായി വരണം. പിന്നെ ആ ഒരു മരുന്നിൻ്റെയൊക്കെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള രീതിയിൽ കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി പയ്യെ മാറുള്ളൂ. പിന്നെ ഇപ്പോൾ ഒരു 4 ദിവസമായി. നാളെയും കൂടെ ആകുമ്പോൾ 5ാമത്തെ ദിവസം. അപ്പോൾ 5 ദിവസം എടുക്കും അതിൻ്റെ ആ ഒരു ഇത് മാറാനായിട്ട്. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിലേ പറഞ്ഞു, ഫുഡൊക്കെ അലർജി ഉണ്ടെങ്കിൽ ആരും വെച്ചുകൊണ്ടിരിക്കില്ല. പെട്ടെന്ന് ഫുഡ് അലർജി കുറച്ച് ഡേഞ്ചറാണ്. അത് അങ്ങനെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സഡൻലി അടുത്ത് എവിടെ അടുത്ത് കൈ വാക്കിന് നിങ്ങൾക്ക് കിട്ടുന്ന ഹോസ്പിറ്റലിൽ സഡൻലി പോക്കണം. കാര്യം ഇത് നമ്മൾ ഡോക്ടർ പറഞ്ഞ മിന്നൽ വേഗത്തിൽ ഇത് സംഭവിക്കുമെന്നാണ് പറയണത്. അപ്പം അതിൻ്റെ സിംറ്റംസ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടപ്പനെ പോയിക്കണം. പലർക്കും പല രീതിയിലൊക്കെയാണ് സംഭവിക്കുന്നത്. എനിക്ക് വരുന്നത് ആദ്യം ചെറിയ ഈ കൊതു കുത്തിയ പോലെ, ഇറമ്പ് കടിച്ച പോലെ ഇങ്ങനെ ദേഹത്ത് പാട് വരും. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ശരീരമൊക്കെ ചൂട് കയറും. മെയിനായിട്ട് കഴുത്തിൻ്റെ മുകളിലോട്ട് നമ്മൾ ചൂട് വെച്ചാൽ എങ്ങനെ ഇരിക്കും അതേപോലത്തെ ഫീലാണ്. ഭയങ്കര ചൂട് കയറിക്കൊണ്ട് നിൽക്കും. അത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ മുഴ പോലെ വന്ന് തലയിൽ മൊത്തം മുഴയൊക്കെ ആയി. പിന്നെ അവസാനം ചൊറിച്ചിൽ, സഹിക്കാൻ പറ്റാത്ത ചൊറിച്ചിലോട്ട് മാറും. അപ്പോഴത്തേക്ക് ഇവിടെ തൊണ്ടയിൽ നമ്മൾ കൈ വെച്ച് ഇറുക്കിയ പോലത്തെ ഫീല് വരും. നമുക്കിങ്ങനെ കിതയ്ക്കും പോലെ തുടങ്ങും. അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. അപ്പം ഫുഡ് അലർജിയൊക്കെ ഉള്ളവർ സൂക്ഷിക്കുക, ഫുഡ് കൺട്രോൾ ചെയ്യുക. അതായത് ഈ മൾട്ടിപ്പിൾ ഫുഡ് അലർജി ഉള്ളവർ സൂക്ഷിക്കുക. കാര്യം സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ടെന്ന് പറയും പോലെ ഒത്തിരി ഡേഞ്ചറാണ്. അപ്പോൾ അതിൻ്റെ അലർജി അങ്ങനെയുള്ള ഒരു അലർജി ടെസ്റ്റൊക്കെ ചെയ്തിട്ട് അത് കഴിക്കാനുള്ള ഫുഡുകൾ മാത്രം കഴിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളെ ജീവന് തന്നെ ആപത്താണ്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് ഏതെങ്കിലും ദൂര സ്ഥലങ്ങളിലോട്ടാണ്, ഹോസ്പിറ്റലൊന്നും അടുത്തില്ലാത്ത അവസ്ഥയിലായിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുമ്പോൾ നമ്മളെ കയ്യിലൊന്നും നിൽക്കില്ല ഒന്നും ഒരു കാര്യം. പുറത്താണെങ്കിൽ കൂടി നമുക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്ന ഹോസ്പിറ്റലിൽ പോവുക, അതേ ഉള്ളു വഴി. നമ്മളെ ദൂരെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ കൂടിയും പെട്ടുപോയേനെ. ഇപ്പൊ വീട്ടിലായിരുന്നു, വീട്ടിന്റെ അടുത്തൊരു ഹോസ്പിറ്റൽ ഉള്ളത് പെട്ടെന്ന് അടുത്ത് ഹോസ്പിറ്റൽ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അവിടെ കൊണ്ടുപോയി. അതുമല്ല, പെട്ടെന്ന് കണ്ടീഷൻ മോശമായിരുന്നെങ്കിൽ വണ്ടി ഓടിച്ച് പോകാനും പറ്റത്തില്ല. അപ്പൊ അതൊക്കെ കൊണ്ട് എല്ലാവരും സൂക്ഷിക്കണം. ഇവിടെ ഇപ്പം നമ്മളൊരു കാര്യത്തിൽ എനിക്ക് മാത്രമേ വണ്ടി ഓടിക്കുക, ഡ്രൈവിങ് അറിയാവുള്ളൂ. അപ്പം എന്തെങ്കിലും പെട്ടെന്നൊരു പ്രശ്നങ്ങളോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും. പിന്നെ ഭാഗ്യത്തിന് അന്നേരം എനിക്കെന്തോ പെട്ടെന്ന് വണ്ടി എടുത്ത് പെട്ടെന്ന് പോകാൻ തോന്നിയോണ്ട് പോയി. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവിങ് പോലും പറ്റൂല. പെട്ടെന്ന് നമ്മൾ BP ഒക്കെ ഒരു പ്രാവശ്യം എനിക്ക് BP ലോ ആയിട്ടുണ്ട്. BP ലോ ആയി കുഴഞ്ഞു വീണിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര ഡേഞ്ചറാണ് ഫുഡ് അലർജി എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും വേണം അപകടത്തിൽ പെടും. പുതിയൊരു ലൈഫ് തിരിച്ചു കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അത്രയും പേടിച്ച്
പേടിപ്പിച്ചൊന്നും പറയാൻ പറ്റൂല. ഞങ്ങൾ പേടിച്ചല്ലോ ജോർദാനെ. ഞാനും ജോർദാനെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ വിട്ടുപോയി. ജോർദാനും ആകെ പേടിച്ചു. ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മുഖത്ത് ഇതേപോലെ മുഖമൊക്കെ അങ്ങ് വിരിവ് പോയ നേരത്തെ വീഡിയോയിൽ നിങ്ങൾ ആ ഫോട്ടോയിൽ കണ്ടാൽ അറിയാം. ഭയങ്കര വിരിവായി പോയെന്ന്, ഭയങ്കര വിരിവൊക്കെ ആയിപ്പോയി. അപ്പോൾ ഇനി സൂക്ഷിക്കുക, അതേ ഉള്ളൂ വഴി. ഇപ്പം നമ്മൾ പഴയതുപോലെ വീണ്ടും ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. വീട്ടിലിരുന്ന് ഒരു വഴിക്കായല്ലേ. വീട്ടിലിരുന്നാലും കട വയ്ക്കാൻ പറ്റില്ല, അതാണ് ഏറ്റവും വലിയൊരു. നമ്മളിതെല്ലാം സെറ്റ് ചെയ്തെല്ലാം റെഡിയാക്കി പോകാനുള്ള എല്ലാം സെറ്റ് ചെയ്തപ്പോഴത്തേക്കുമാണ് ഈ പ്രശ്നമായത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് കടയിൽ പോയില്ലെങ്കിൽ ഒരു സമാധാനക്കുറവാണ്. കടയിൽ പോയ ആൾക്ക് നമ്മളെ സ്ഥിരം കസ്റ്റമറൊക്കെ ഉണ്ട്, അവരുടെ അടുത്ത് ഒന്ന് വർത്താനൊക്കെ പറഞ്ഞു തരും. ഭയങ്കര സമാധാനക്കേടാണ് കാര്യം. പുറത്തിറങ്ങുമ്പോൾ ആ ഒരു ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ ആ ഒരു നമുക്ക് ആ ഒരു എന്തെന്ന് പറയാം, അതുമല്ല നമ്മളെ വരുമാന മാർഗം അതാണ്. അതേ ഉള്ളൂ നമ്മളിപ്പോഴത്തെ രണ്ടുപേരെ. പിന്നെ അതിലൊക്കെ ഞങ്ങൾ കടയുടെ വീഡിയോ ഒക്കെ ഇടണേൽ കുറേ പേരൊക്കെ അല്ല ചിലര് കമന്റ് പറയുന്നുണ്ട്, നാണം ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. റോഡിൽ പോയി നമ്മള് കഷ്ടപ്പെടല്ലേ, നാണം ഇല്ലേ റോഡിൽ പോയി നിക്കാൻ. എത്രയോ പേര് അവരെ ഉപജീവന മാർഗം. നമ്മളെ പ്രായത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ജോലിയാണ് നമ്മൾ ചെയ്യണം, നമ്മളതിൽ ഹാപ്പിയാണ്. നമുക്കതിലൊരു നാണക്കേടോ കുറച്ചില്ലോ. നമ്മൾ കട്ടോ പിടിച്ചു പറിക്കാനോ ആരെയും കൊള്ളയിടാനോ ഒന്നിനും പോകുന്നില്ലല്ലോ. അതുമല്ല, റോഡിൽ പോയി നിന്ന് കച്ചവടം ചെയ്യണതും പോരാ, അത് വീഡിയോ കൂടെ എടുത്ത് നാട്ടുകാരെ കാണിക്കണം എന്നാണ് പരാതി. അത് ചില ആൾക്കാർക്ക് അറിയാം, അവർക്ക് മനസ്സിലാവും രക്ഷപ്പെട്ടു പോവുമല്ലോ എന്നുള്ളൊരു ഇത് വരുമ്പോഴത്തേക്ക് അവർക്ക് സ്വയമേ ഒരു മാനസിക വിഭ്രാന്തിയാണ്. അതല്ല ഇപ്പോഴുള്ള ആളുകൾക്ക് കൂടുതലും സ്വന്തം കാര്യം നോക്കണേക്കാളും മറ്റുള്ളവരുടെ കാര്യത്തിൽ അയൽപ്പക്കത്ത് എത്തി നോക്കണ ടീമുകളാണ് കൂടുതൽ. അത് നമ്മളെ ഡയറക്റ്റും അല്ല പറയുന്നത്, ഞങ്ങളെ വീട്ടിൽ പോയിട്ട് നമ്മൾ അറിയാൻ വേണ്ടി കറങ്ങി ചുറ്റിയേ പറയുള്ളൂ. വീട്ടിൽ പോയി ഞങ്ങളെ അച്ഛനും അമ്മയുടെ അടുത്താണ് പറയുന്നത്. അപ്പൊ അവർക്ക് ആ ഒരു വിഷമം, ഒരു ദേഷ്യമൊക്കെ തോന്നണമല്ലോ നമ്മളെ അടുത്ത്. അതിന് വേണ്ടിയിട്ട് വീട്ടുകാരുടെ അടുത്താണ് പോയി ചോദിക്കുന്നത്. മെയിനായിട്ട് നമ്മള് രക്ഷപ്പെടാൻ പാടില്ല, ആ ഒരു കാര്യമേ ഉള്ളൂ. നമ്മളെന്നും കഷ്ടപ്പെട്ട് ഇങ്ങനെ അടിയും കൂടിയൊക്കെ ജീവിക്കണമെന്നാണ് പലരുടെ ആഗ്രഹം. പക്ഷെ അതൊന്നും അവരെ മുമ്പിൽ നമ്മൾ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉണ്ടായിരുന്ന ജോലിയെല്ലാം മാറ്റി കളഞ്ഞിട്ട് നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം വേണം എന്നുള്ള രീതിയിലാണ് നമുക്ക് ആ ഒരു കട തുടങ്ങിയത്. അത് നമ്മൾ അന്നത്തെ അപ്പോഴത്തെ ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തുള്ളൂ. നമുക്ക് ബാക്കപ്പ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ രീതിക്ക് ചെയ്യുള്ളൂ. നമ്മളെ കൊണ്ട് അണ്ണാൻ കുഞ്ഞിനും തന്നാലായതെന്നുള്ള രീതിയിൽ തന്നെയാണ്. നല്ല ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത്, എല്ലാവർക്കും ഇഷ്ടമാണ്. നമുക്ക് സ്ഥിരം കസ്റ്റമർ ഉണ്ട്. ഈ കുറച്ച് കാലയളവിൽ തന്നെ നമുക്ക് സ്ഥിരം കസ്റ്റമർ നമുക്ക് വരാന്നുള്ളത് വലിയ കാര്യമാണ്. ഈ വന്ന് നാണമില്ലെന്ന് ചോദിക്കണവര് അവിടെ വന്ന് ഒരു പ്രാവശ്യം നിന്ന് നോക്കണം. വലിയ വലിയ ഉദ്യോഗസ്ഥർ അവിടെ വരും. ആർമിയിലും മിലിറ്ററി നമ്മളെ നേവിയിലും അതുപോലെ വലിയ വലിയ ഇതിൽ നിൽക്കുന്ന പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാർ എത്രയോ പേര് നമ്മളടുത്ത് ഷേക്ക് ഹാൻഡ് ചെയ്തിട്ട് നിങ്ങളെ ഈ പ്രായത്തിൽ നിങ്ങൾ ചെയ്യണം വലിയ കാര്യമൊന്നും പറഞ്ഞ് ഞങ്ങളെ അഭിനന്ദിച്ചിട്ടുണ്ട്. ആരും ഒന്നും വരെ പറഞ്ഞിട്ട് നിനക്ക് നാണമില്ലടാ ഇങ്ങനെ വന്ന് നിൽക്കുന്ന എൻ്റെ ഭാര്യയെ കൊണ്ട് വന്ന് ഇങ്ങനെ ഒന്ന് ജോലി ചെയ്യാൻ നാണമില്ല. അതിൽ നാണിക്കേണ്ട കാര്യം നമ്മൾ ആരെയും കീഴിലല്ല ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു ജോലി ചെയ്യുക. അത് മറ്റൊരാരെയും ഞങ്ങളെ ഭരിക്കാനോ അല്ലെ ഞങ്ങളെ ഇഷ്ടത്തിന് ഞങ്ങൾ ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഫ്രീഡമാണ്. ഞങ്ങൾ സന്തോഷത്തിൽ ഞങ്ങളെ ബിസിനസ്സാണ് ചെയ്യുന്നത്. അതിന് ഇപ്പൊ നാണമില്ലേന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മോശമായിട്ട് അവിടെ ഒരു കാര്യവും ചെയ്യുന്നില്ല. ഞങ്ങളെ ജോലിയാണ് ചെയ്യുന്നത്. സ്വന്തമായിട്ട് ഒരു സ്ഥാപനം എന്ന് പറയാൻ നമ്മൾ സ്റ്റാർട്ടിങ് ആയിട്ടേ ഉള്ളൂ. ഞങ്ങൾ നല്ല ഫുഡ് കൊടുക്കണം, പിച്ച് വെച്ച് തുടങ്ങിയേ ഉള്ളൂ. അപ്പം അങ്ങോട്ട് ഞങ്ങളുടെ മനസ്സിലൊരു പ്ലാനുണ്ട്. അപ്പോൾ അതിൻ്റെ തുടക്കം സ്റ്റാർട്ടിങ് മാത്രമേ ഉള്ളൂ. ബിഗിനേഴ്സാണ് ഞങ്ങൾ. അല്ലാതെ ഞങ്ങൾ ഷെഫുമാരോ അല്ലെങ്കിൽ താജിൽ ജോലി ചെയ്തവരോ ഒന്നും അല്ല. നമ്മളെ ഇഷ്ടത്തിന് എനിക്ക് അല്പം പാചക കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അത് വെച്ചിട്ട് എൻ്റെ ഐഡിയയിലും ഞങ്ങളുടെ ബുദ്ധിയിലും ഉദിക്കണ ഓരോ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞങ്ങൾ ഓരോന്ന് ഫുഡുകൾ ഉണ്ടാക്കി കൊടുക്കണ ഫുഡുകളെല്ലാം നല്ല വൃത്തിയും നീറ്റോടെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനകത്തൊരു കൃത്രിമോ ഒരു മായോ ഒന്നും ചേർക്കാതെ നാച്ചുറലി കിട്ടുന്ന സാധനങ്ങൾ ഇട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഒരാൾക്ക് ഫുഡ് സെർവ് ചെയ്യണം എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. പിന്നല്ല ജോലിയായിരുന്നാൽ കൂടി ഫുഡിന്റെ ഫീൽഡ് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നേരത്തെ വേറെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വേറൊരാളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്
എല്ലാവർക്കും മനസ്സിലാവും. നമുക്കൊരു അത്യാവശ്യം വന്നാലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ കൂടി നമുക്ക് അതിൻ്റെ തെളിവ് ഉൾപ്പെടെ വീഡിയോ ഉൾപ്പെടെ നമുക്ക് അവിടെ കാണിച്ചാൽ മാത്രമേ നമുക്ക് പിറ്റേ ദിവസം അതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇതാവുമ്പോൾ അങ്ങനെയല്ല. ഞങ്ങൾക്ക് വയ്യെങ്കിൽ ഇപ്പം തന്നെ 4 ദിവസമായി. ഞങ്ങൾക്ക് ആരെയും ബോധ്യപ്പെടുത്തണ്ട. പിന്നെ ഞങ്ങളെ കസ്റ്റമറുണ്ട്, അത് അവരുടെ അടുത്ത് പറയണം. അവർ നമുക്ക് മെയിനാണ്. വേറെ നമുക്ക് നമ്മളെ മുകളിൽ ഒരു അധികാരി ആരുമില്ല. ഞങ്ങൾ സ്വന്തമായിട്ട് നടത്തുന്നത് ഞങ്ങളെ ബിസിനസ്സാണ്. അപ്പോൾ അതിന് നാണമില്ലെന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ ചോദിക്കണ ആളുകളുണ്ടെങ്കിൽ അവരവരോരോ കാര്യം നോക്കിയിരിക്കുക. ഞങ്ങൾ അന്തസ്സായിട്ട് ജോലി ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. അത് മാന്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നാണിക്കേണ്ട ഒരു കാര്യമില്ല. അല്ല, ഞങ്ങളവിടെ മോശമായിട്ട് ഒരു പ്രവൃത്തി ചെയ്യാനോ ഒന്നിനോ പോലെ ഞങ്ങൾ കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അതിന് ഞങ്ങൾക്ക് എവിടെയും ഞങ്ങൾക്ക് ധൈര്യത്തോടെ എന്ന് പറയാം ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് ജീവിക്കണമെന്നുള്ളത്. ഞങ്ങളെ മോൻ ഉൾപ്പെടെ അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൻ നമ്മളെ ഹെൽപ്പ് ചെയ്യണുണ്ട്. അവൻ ഇത് കണ്ടു തന്നെയാണ് ഉള്ളത്. കഷ്ടപ്പെട്ട് മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ. ഇന്നത്തെ കാലത്ത് പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഞങ്ങളെ ഒരു വരുമാന മാർഗമാണ് അത്. അതിനെ വെറും രീതിയിൽ പുച്ഛിച്ച് തള്ളേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ജീവിക്കേണ്ട, എല്ലാവരും വലിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും വലിയ കമ്പനികളിലും വലിയ കൂടിയ ജോലിയിൽ മാത്രമായാലും പറ്റൂലല്ലോ. അപ്പോൾ ബാക്കിയുള്ള ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്കും ജീവിക്കണമല്ലോ. വീഡിയോയിൽ പറയണമെന്ന് ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചൊന്നുമില്ല, ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മളൊരു കേൾക്കണേനൊക്കെ നിങ്ങൾ അറിയണം. ഞങ്ങളെ സ്നേഹിക്കണ കുറച്ച് പേരുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. അത് തന്നെ, ഞങ്ങളെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട്. ഇല്ല, ഇങ്ങനെ എനിക്ക് ചോദിക്കുമ്പോ ഈ നാണമില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേ ചോദിക്കണം, അവർക്ക് നാണമില്ലേ? അല്ല, എന്ത് കാര്യത്തിനാണ് ഞാൻ നാണിക്കേണ്ടത്? റോഡിൽ നിന്ന് ചെയ്യണമെന്ന് വെച്ചാൽ മാന്യമായിട്ടുള്ള രീതിയിൽ നിന്ന് ഞാനൊരു സ്ഥാപനം നമ്മൾ നടത്തിക്കൊണ്ട് പോവുകയാണ്. ഞങ്ങളൊരു സൂപ്പ് കടയാണ് നടത്തുന്നത്. അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി പറയാം, ഞങ്ങൾ സൂപ്പ് കടയാണ് നടത്തുന്നത്. ചിക്കൻ സൂപ്പ്, മട്ടൻ സൂപ്പ്, ബ്രെഡ് ഓംപ്ലേറ്റ്. അപ്പം ഞങ്ങൾ 3 പേരും കൂടെയാണ്. ഇപ്പോൾ മോനെ വേറെ അങ്ങും ആക്കാനുള്ള പോകാൻ പറ്റത്തില്ല. അപ്പോൾ അവൻ സ്കൂൾ കഴിഞ്ഞ് വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നിട്ട് ട്യൂഷനും ആക്കി ഞങ്ങളെ കൂടെ കടയിൽ വരുന്നവർക്ക് തന്നെ നമ്മളുടെ അടുത്ത് ഭയങ്കര കാര്യമാണ്. ഞങ്ങൾ 3 പേരും കൂടെയാണ് നിൽക്കുന്നത്. നമ്മളെ ഫാമിലിയെ പോലെ തോന്നുന്ന, ഫാമിലിയെക്കാളും ഒരുപാട് നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്. മോനെ വേടന്റെ പാട്ട് പഠിപ്പിക്കണത് എന്തിന്? അത് ഞങ്ങളെ ഇഷ്ടമില്ലേ? വേടന്റെ പേഴ്സണാലിറ്റി അല്ലെ, വേടൻ കഞ്ചാവ് വലിക്കണതോ വേടനെ ഇങ്ങനെയുള്ള ദുശീലങ്ങളുണ്ടോ അതൊന്നും നമ്മൾ മോനെ പറഞ്ഞു കൊടുക്കുകയല്ല. അവന്റെ വരികളും അവന്റെ പാട്ടും ഞങ്ങൾക്ക് ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വേടന്റെ പാട്ട് പാടിപ്പിക്കുന്നത്. മാത്രമല്ല, ഗബ്രീര മണിച്ചേട്ടന്റെ പാട്ട് പഠിപ്പിക്കണം. ഗബ്രീര പാട്ട് അറിയാം. അവന് ഗബ്രീര പാട്ടും മണിച്ചേട്ടന്റെ പാട്ടുകളൊക്കെ പാടുന്നുണ്ട്. വേടന്റെ പാട്ട് മാത്രം പാടണ്. അപ്പൊ ആ പാട്ട് പാടുന്നതിനാണ് ഇപ്പൊ മെയിനായിട്ട് കുറ്റം എന്ന് പറയുന്നത്. അതങ്ങനെ വേറെ കുറെ പേര് സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ ഇതുപോലെ സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുക, അന്തസ്സോടുകൂടി മാന്യമായിട്ട് ജീവിക്കണമെങ്കിൽ ഇതേപോലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കണം. അത് പിന്നെ കമന്റ് ബോക്സിൽ വന്ന് ഓരോരുത്തർ കമന്റ് ഇടുന്നത്, അതും ഫേക്ക് അക്കൗണ്ടിൽ വന്നിട്ടാണ്. ഫേക്ക് അക്കൗണ്ടിലേ പറയുള്ളൂ. അതേ പറയുള്ളൂ. മോനെ വേറെ ഒരു കാര്യം, മോനെ ഈ തെറി വിളിക്കുകയും മോശം കമന്റ് ഇടുന്നവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇത് കേൾക്കുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. വേറെ ഒന്നുമല്ല, ചെറുക്കൻ മൈനറാണ്. ഞങ്ങളൊരു കേസ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓടിയാലൊന്നും നിങ്ങൾ നിൽക്കൂല, നിങ്ങളെ കയ്യിലൊന്നും നിൽക്കൂല. സോഷ്യൽ മീഡിയയിൽ വരണം, അതൊക്കെ ഞങ്ങളുടെ ഇഷ്ടമാണ്. സോഷ്യൽ മീഡിയയിൽ വരണം. സോഷ്യൽ മീഡിയ ആരെയും കുത്തകയൊന്നുമല്ല, ആർക്കും പതിച്ചു കൊടുത്തതൊന്നുമല്ല. എല്ലാവർക്കും, നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു സംഭവം തന്നെ സോഷ്യൽ മീഡിയ. അതിനിങ്ങനെ കുരുപൊട്ടിയിട്ടൊന്നും കാര്യമില്ല. ഒരു അസുഖത്തിന്റെ കാര്യം പറഞ്ഞു വന്നിട്ടാണ് ഇങ്ങനെ എത്തിയത്. അപ്പോൾ ശരി, എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ.